അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് എന്തെങ്കിലും ഈ അടിയന്തരാവസ്ഥക്കെതിരെ 1-2 മാധ്യമങ്ങളെങ്കിലും, എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങളെങ്കിലും ഒക്കെ കൃത്യമായ നിലപാടെടുക്കും. ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള അടിയന്തരാവസ്ഥ ശരിയല്ലെന്ന് പറയും. ഇവിടെ ഒരു അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കേണ്ടി വരുന്നില്ല. മാനസികമായി തന്നെ തയ്യാറെടുത്തുകൊണ്ട് ഈ മാധ്യമങ്ങളെല്ലാം ഞങ്ങളുടെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വരികയായിരുന്നു. അവിടെയാണ് ഞാൻ കീഴ്പ്പെടാൻ ഒതുങ്ങുന്നില്ല, ഞങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ക്ലിക്കും പ്രബുദ്ധയും വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് ആ ഇടത് നിലപാടാണ്. 75-ൽ അദ്ദേഹം എടുത്ത നിലപാട് അതുതന്നെയാണ്. ഇപ്പോൾ അതിഭീകരമായ അവസ്ഥയിൽ അതിനെതിരെ വീണ്ടും അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ വർഗീയതയ്ക്കെതിരെ കൂടി പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതുകൂടി തന്നെയാണ് ഈ വിധി പ്രസക്തമാകുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മീഡിയയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ഈ മൊത്തം ഈ ഓശാന മാധ്യമപ്രവർത്തനത്തിന്റെ കാലം ഇച്ചിരി ഒന്ന് കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സി ന്യൂസിലൊക്കെ സുഭാഷ് ചന്ദ്ര സി ന്യൂസിന്റെ ഈ ആദ്യമൊക്കെ അദ്ദേഹം MP ഒക്കെ ആയിരുന്നു. ഇത് കാറ്റ് മാറി തുടങ്ങുന്നുണ്ട്, കാറ്റ് മാറി വീശുന്നുണ്ട്. മുദ്രാവാക്യങ്ങൾ പോയി. ഇപ്പോൾ ദോസൗ പാർ എന്ന് പറയുന്ന, അതായത് 200 സീറ്റെങ്കിലും എന്ന തരത്തിലേക്കുള്ള അവരുടെ മുദ്രാവാക്യങ്ങളായി വന്നു തുടങ്ങി. അപ്പോൾ മൊത്തം മാധ്യമങ്ങൾക്ക് BJPക്ക് മൊത്തം ഒരു ഇളക്കം സംഭവിച്ചത് മൊത്തം മാധ്യമങ്ങളും ഒന്ന് ഇളകി. BJP ഇളകുമ്പോൾ മാധ്യമങ്ങളൊന്ന് ഇളകി എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിനെങ്ങാണോ അധികാരം കിട്ടി ഞങ്ങളായിട്ട് ഒന്ന് തള്ളി കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടിയുള്ള സമീപകാലത്ത് അത്തരം ഒരു ഇളക്കം ശക്തമായിട്ടുണ്ട്.